ഹായ്, നമ്മളിവിടെ കാനഡയിൽ ഒരുവിധം എല്ലാവരും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. 2-3 ക്രെഡിറ്റ് കാർഡൊക്കെ ഉള്ളവരായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഈ ജോലി നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ക്രെഡിറ്റ് കാർഡിന് ചിലർ ഇൻഷുറൻസ് ചെയ്യും. എന്തെങ്കിലും കാരണത്താൽ ജോലി പോകുമെന്നുള്ളൊരിതുകൊണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ 20% കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ക്രെഡിറ്റ് കാർഡിന് ഇൻഷുറൻസ് എടുക്കുമ്പോൾ അതിൻ്റെ ബെനഫിറ്റ്സ് കിട്ടണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ വർക്ക് പെർമിറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് EAക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സെക്കൻഡ്, നമുക്ക് ടെർമിനേഷൻ അല്ലെങ്കിൽ അങ്ങനെ ജോബ് ലോസ് സംഭവിച്ചാൽ ഇൻഷുറൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ കമ്പനിയിൽ നിന്ന് ഫയറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻഷുറൻസിന് ചെയ്യാൻ പറ്റില്ല. പിന്നെയുള്ള കാര്യം, നമ്മൾ ഈ വർക്ക് പെർമിറ്റിൻ്റെ ലാസ്റ്റ് ടൈമിൽ നമ്മൾ ഇൻഷുറൻസ് എടുത്ത് അത് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ജോലി പോവാം. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇൻഷുറൻസിന് അപ്ലൈ ചെയ്യാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചതിൻ്റെ. പക്ഷെ നമുക്ക് EAക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയാലേ നമുക്ക് ക്രെഡിറ്റ് കാർഡിന് ഇൻഷുറൻസ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ക്രെഡിറ്റ് കാർഡ് ഇൻഷുറൻസ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വായിച്ച് നോക്കിയിട്ട് ഇൻഷുറൻസ് ചെയ്യുക. താങ്ക് യു.